ഹലോ ബ്രദേഴ്സ്, വെൽക്കം ടു തഗ് ലൈഫ് മല്ലു. ഇതൊരു ഡിഫറെൻറ്റ് സെഗ്മെൻ്റ് ആണ്. കാരണം മറ്റൊന്നുമല്ല, കുറച്ച് ജലദോഷവും പനിയൊക്കെ ആയിട്ട് 2-3 ദിവസം റെസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പുതിയൊരു സെഗ്മെൻറ്റ് ചെയ്യുകയാണ്. മറ്റൊന്നുമല്ല, നിങ്ങളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകളോ അതുപോലെ തന്നെ എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം. വാട്സപ്പ് വഴിയും അതുപോലെ തന്നെ യൂട്യൂബ് വഴിയും അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഗ്മെൻ്റ് ആണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയുക. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പേഴ്സണൽ ചോദ്യങ്ങളുമുണ്ട്, അതുപോലെ തന്നെ ഫിറ്റ്നസ് സംബന്ധമായ ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ ഓരോന്നായി നമുക്ക് നോക്കാം. ചേട്ടാ, എനിക്കൊരു 1000 രൂപ റേഞ്ചിൽ നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ വേണം. എവിടെ നിന്ന് കിട്ടാം? ബ്രദർ, ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു ക്വാളിറ്റി പ്രോട്ടീന് നല്ല വിലയുണ്ടാവും. നമ്മൾ ഈ 500-1000 കൊടുത്ത് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് ഫേക്ക് എന്നല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ഒരു ക്വാളിറ്റി അതിന് തീർച്ചയായിട്ടും കുറവായിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള പ്രോട്ടീന് തീർച്ചയായും നല്ല റേറ്റും ഉണ്ടാവും. നമ്മൾ ഈ പ്രോട്ടീൻ കഴിച്ചിട്ട് ബോഡി ഉണ്ടാക്കിയിട്ട് പിന്നെ പ്രോട്ടീൻ നിർത്തിയാൽ നമ്മുടെ ബോഡി പഴയ രീതിയിൽ തന്നെ ആവുമോ? ഈ ചോദ്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി ചിക്കനും ഐസ്ക്രീമൊക്കെ ഒക്കെ കഴിക്കുകയാണ് 1 മാസത്തോളം ഡെയിലി. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തടി വെക്കും. പെട്ടെന്ന് ഒരു ദിവസം ഇതൊക്കെ നിർത്തി നോർമൽ ഫുഡിലേക്ക് പോവാണ്. എന്താണ് സംഭവിക്കുക? നമ്മുടെ തടിയൊക്കെ കുറയും. ഇതുപോലെ തന്നെയാണ് മസിൽ. കറക്റ്റായ പ്രോട്ടീൻ കിട്ടിയില്ലെങ്കിൽ അത് തീർച്ചയായും കുറയും. നമ്മൾ മസിൽ ഉണ്ടാക്കിയാലും അത് മെയിൻറ്റെയിൻ ചെയ്യാനും മിനിമം ഇത്ര പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അത് കൊടുത്തില്ലെങ്കിൽ ഉണ്ടായ മസിൽ തീർച്ചയായും കുറയും. ഈ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ ഒരു മാസം എത്ര kg വെച്ച് കൂടും? ഇതൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഒരു പ്രൊഡക്റ്റിനും ഇത്ര kg കൂടുമെന്ന് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. എല്ലാം നിങ്ങളുടെ ഡയറ്റും നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനും അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റബോളിക് റേറ്റ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. പലരുടെയും മെറ്റബോളിക് റേറ്റ് പലതരത്തിലായിരിക്കും. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള വർക്കൗട്ട്, ന്യൂട്രീഷൻ, റെസ്റ്റ് കൊടുക്കണമെങ്കിൽ തീർച്ചയായും നല്ല റിസൾട്ട് കിട്ടും. ഒരു മാസം ഒരു 4 kg റേഞ്ചിലാണ് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. അതിൽ കൂടുതൽ കൂടുന്നത് അത്ര നല്ലതൊന്നുമല്ല. ഈ പ്രോട്ടീൻ കഴിച്ചാൽ കുട്ടികളുണ്ടാവാതിരിക്കുമോ ഭാവിയിൽ? നിങ്ങൾ പ്രോട്ടീനാണ് കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഓരോ ഫുഡിലും പ്രോട്ടീൻ ഉണ്ട്. ചിക്കൻ ആയാലും അത് വീറ്റ് ആയാലും അതുപോലെ തന്നെ മുട്ട ആയാലും പ്രോട്ടീൻ കഴിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവാതിരിക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഈ ജിമ്മിൽ പോകാത്ത ആൾക്കാർക്ക് പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഇതും ഒരുപാട് പേർ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഒരു ശരാശരി വർക്കൗട്ട് ചെയ്യാത്തൊരു മനുഷ്യന് ഒരു ദിവസം അവർ ഹൈറ്റിനും വെയിറ്റിനും അനുസരിച്ചിട്ട് ഏകദേശം 50 to 60 ഗ്രാം പ്രോട്ടീൻ വേണം. അതായത് നോർമലായി വീട്ടിലിരിക്കുന്ന വ്യക്തിക്ക്. അപ്പോൾ ജിമ്മിൽ പോകാത്തൊരാൾ, ഒരു വർക്കൗട്ടും ചെയ്യാത്തൊരാൾ പ്രോട്ടീൻ കഴിക്കുകയാണെങ്കിൽ ഈ 56 മുകളിൽ പോകാതിരിക്കാൻ നോക്കുക. നിങ്ങളുടെ ഫുഡിൽ ഓൾറെഡി പ്രോട്ടീൻ വളരെ കുറവാണെങ്കിൽ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ കഴിച്ചുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല. ഈ പ്രോട്ടീൻ കഴിക്കേണ്ട ഏറ്റവും ബെസ്റ്റ് ടൈം എപ്പോഴാണ്? പ്രോട്ടീൻ എപ്പോൾ കഴിക്കണം എന്ന് ചോദിച്ചാൽ ഏറ്റവും ബെസ്റ്റ് ടൈം തീർച്ചയായിട്ടും ആഫ്റ്റർ വർക്കൗട്ടും അതുപോലെ തന്നെ ബിഫോർ സ്ലീപ്പുമാണ്. ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിനൊക്കെ ഒറിജിനൽ പ്രൊഡക്ട്സ് കിട്ടുമോ? ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒറിജിനൽ കിട്ടുമെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒറിജിനൽ കിട്ടിയേക്കാം, ചിലപ്പോൾ ഫേക്കും കിട്ടിയേക്കാം. കാരണം ആമസോൺ അല്ല ഇത് സെല്ല് ചെയ്യുന്നത്. ആമസോണിനായാലും ഫ്ലിപ്കാർട്ടിനായാലും ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ആ സെല്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ ഫേക്ക് ആണോ കിട്ടുന്നത്. ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ ഏതാണ്? ഏതാ ഏറ്റവും ബെസ്റ്റ് പ്രോട്ടീൻ ചോദിച്ചാൽ അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കാരണം എൻ്റെ ഒരു എൻഡോമോർഫ് ബോഡി ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ പൊതുവെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ഡയമറ്റേസിൻ്റെ ISO 100 ആണ്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ്. വർക്കൗട്ട് വീഡിയോസ് വളരെ കുറവാണല്ലോ, കൂടുതൽ വർക്കൗട്ട് വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തുകൂടെ? വർക്കൗട്ട് വീഡിയോസ് ഇപ്പോൾ പൊതുവെ ഇടാറുണ്ട്. പക്ഷേ വർക്കൗട്ട് വീഡിയോസിന് വ്യൂസ് കുറവാണ്. കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഫോറിനേഴ്സ് ഈ ഫീൽഡിലുണ്ട്. വർക്കൗട്ട് വീഡിയോസിന് ലാംഗ്വേജിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. അതുകൊണ്ടായിരിക്കാം വർക്കൗട്ട് വീഡിയോസിന് വ്യൂസ് ഒന്നും വരാത്തത്. തീർച്ചയായും വർക്കൗട്ട് വീഡിയോസ് ഇടും. ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചിട്ട് ഒരുപാട് അറിവുണ്ടായിട്ടും ബ്രോന് തീരെ ബോഡി ഇല്ലല്ലോ, അതെന്താ അങ്ങനെ? ബ്രോ, ഇത് വലിയൊരു സ്റ്റോറിയാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഒന്നാമതായി എൻ്റെ ഏജ്. ഞാൻ ഈ ഫീൽഡിൽ വരുന്നത് ഏകദേശം 28-ാം വയസ്സിലാണ്. കാരണം 28-ാം വയസ്സ് വരെ യാതൊരു തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റിയും ഞാൻ ചെയ്തിരുന്നില്ല. കംപ്ലീറ്റ്ലി ജങ്ക് ഫുഡൊക്കെ കഴിച്ചൊരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് 28-ാം വയസ്സിൽ വന്നിട്ട് ഏകദേശം 60 kg കുറച്ചപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റി ഞാൻ കാര്യങ്ങളൊക്കെ നേരെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ 28-ാം വയസ്സ് വരെ ലൈഫ് സ്റ്റൈൽ കാരണം എനിക്ക് ഒരുപാട് ഹോർമോൺ ഇംബാലൻസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മെയിൽ ഹോർമോൺ ലെവലൊക്കെ വളരെ കുറവാണ്. നാച്ചുറലായി നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അപ്പുറം നമുക്ക് ഇനി എന്ത് ഫുഡ് കഴിച്ചാലും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. ഇനി മെയിൽ ഹോർമോൺ കൂട്ടണമെങ്കിൽ തന്നെ മെഡിസിനുകളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ പൊതുവേ എനിക്ക് അതിനോട് താല്പര്യമില്ല. രണ്ടാമതായി, ഞാൻ ബോഡി ബിൽഡിംഗ് മാത്രമല്ല ചെയ്യുന്നത്. ഞാൻ സൈക്ലിംഗ്, റണ്ണിങ് അതുപോലെ സ്വിമ്മിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. കാർഡിയോ വർക്കൗട്ടിൽ ഞാൻ ഒരുപാട് ഇൻട്രസ്റ്റ് ആണ്. കാരണം ബൾക്ക് മസിലിനെക്കാളും എനിക്കിഷ്ടം ഒരുപാട് സ്റ്റാമിനയും എൻഡുറൻസും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാമിനയാണ്. അടുത്തതായി പറയേണ്ട കാരണം ലൂസ് സ്കിന്നാണ്. കാരണം ഹ്യൂജ് സൈസായ ഒരാൾ പെട്ടെന്ന് മെലിയുമ്പോൾ ഒരുപാട് എക്സസൈസ് സ്കിൻ ഉണ്ടാവും. ഈ സ്കിന്ന് കാരണം നമ്മുടെ മസിൽ പൂർണ്ണമായി വ്യക്തമായി കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു 30+ ഒക്കെ ഏജ് ഉള്ളവർക്ക് സ്കിൻ എലാസിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, എൻ്റെ ബൈസെപ്സിനൊക്കെ ഒരുപാട് എക്സസൈസ് സ്കിന്നുണ്ട്. ഈ സ്കിൻ കാരണം നമ്മളെ കട്ടിങ്സ് ഒന്നും മര്യാദ കാണില്ല. ഈ ലൂസ് സ്കിൻ കറക്റ്റ് ചെയ്യാൻ 2 മെത്തേഡാണ് ഉള്ളത്. ഒന്നാമതായി സർജറി, രണ്ടാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ബൾക്ക് മസിൽസ് ഉണ്ടാക്കുക.
അങ്ങനെ ഒരു നോർമലി നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് തീർച്ചയായും മെഡിസിനൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ ഏകദേശം 140 kg ഒക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അത്രയും ഹ്യൂജ് ആയിരുന്നു ആ സമയത്ത് എൻ്റെ ബൈസെപ്സ്. അത്രയും സ്കിൻ എക്സസ് ആയിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ഞാൻ കുറച്ച് മെഡിസിനൊക്കെ ചെയ്ത് നല്ല ബോഡിയൊക്കെ ഉണ്ടാക്കി ഒരു ഇന്നറൊക്കെ ഇട്ട് വന്നാൽ എനിക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സും അതുപോലെ കൂടുതൽ വ്യൂസൊക്കെ കിട്ടിയേക്കാം. പക്ഷേ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം എൻ്റെ ജീവിതാവസാനം വരെ, അതായത് 80-90 എത്രയെങ്കിലും ആവട്ടെ, ആ കാലം വരെ യൂട്യൂബ് മുമ്പിൽ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ സ്റ്റാമിനയോടെ ഓരോ ദിവസവും സ്റ്റാമിന ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കണമെന്നാണ് ഒരാഗ്രഹം. പിന്നെ സ്റ്റിറോയിഡ്സ് മെഡിസിനൊക്കെ ഉപയോഗിക്കുന്നവർ മോശമായിട്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ചെയ്തൊരു വ്യക്തിയാണ്. ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു 4 തൊട്ട് ഒരു 6 kg ഒക്കെ നമുക്ക് ഒരു മന്ത് കുറയ്ക്കാം. പക്ഷേ ഞാൻ കുറച്ചത് 10-15 കിലോ ഒക്കെ ആയിരുന്നു. നമ്മളെ ഹാർട്ടിനും കിഡ്നിക്കും ലിവറിനൊക്കെ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ റിസ്ക് എടുത്തുകൊണ്ടാണ് ഞാൻ ഇത് ഓൾറെഡി ചെയ്തത്. ഓൾറെഡി വലിയൊരു റിസ്ക് കടന്നിട്ടാണ് എൻ്റെ ബോഡി ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം സ്റ്റാമിനയും ആരോഗ്യത്തിനും യാതൊരു കുറവുമില്ല. അപ്പോൾ ഇനിയൊരു മെഡിസിനും കൂടി എടുത്താൽ ചിലപ്പോൾ എനിക്ക് പണി കിട്ടിയേക്കാം. ബിക്കോസ് എൻ്റെ പഴയ ലൈഫ് സ്റ്റൈൽ അത്രയ്ക്ക് മോശമായിരുന്നു. അപ്പോൾ എൻ്റെ വ്യൂസിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഒരിക്കലും ഞാനൊരു വലിയ ബോഡി ബിൽഡറായി നിങ്ങളുടെ മുമ്പിൽ വരില്ല. പക്ഷേ ഈ ഫീൽഡിൽ സജീവമായിട്ട് ഓരോ കാര്യങ്ങൾ റിസർച്ച് ചെയ്ത് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എന്നാൽ പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഹെർബാലൈഫിൻ്റെ ഒരു റിവ്യൂ ഇടും. എല്ലാ പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. കുറച്ച് ടൈം തരിക, ഓരോന്നായി നമ്മളിടാം. വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ ഇപ്പോൾ വളരെ കുറവാണല്ലോ, എന്താണ് റീസൺ? സബ്സ്ക്രൈബേഴ്സൊക്കെ കുറവാണ്. കാരണം പലതായിരിക്കാം. ചിലപ്പോൾ എൻ്റെ വീഡിയോ ക്വാളിറ്റിയുടെ പ്രശ്നമായിരിക്കാം. തരുന്ന ഇൻഫോർമേഷൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ടാവില്ല. തീർച്ചയായും ദിവസം തോറും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ബ്രദർ എന്താണ് പഠിച്ചത്? ബിടെക്. നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം ആൾക്കാർ പഠിക്കുന്ന കാര്യമാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ്. ഒരു കല്ലെറിഞ്ഞ ഒരു എഞ്ചിനീയർ ഉണ്ടാവും. ആ ഗണത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്, VT യൂണിവേഴ്സിറ്റിയിലാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്പർ 1 ഫുഡിങ് തന്നെയാണ്. നമ്പർ 2 ട്രിപ്പിംഗ് ആണ്. ട്രിപ്പ് പോകാൻ വളരെ ഇഷ്ടമാണ്, ബൈക്കിൽ പ്രത്യേകിച്ച്. ഫിറ്റ്നസ്സിൽ എന്താണ് പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? ഫിറ്റ്നസ്സിൽ എനിക്ക് പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ സ്റ്റാമിനയാണ്. അത്യാവശ്യം നല്ല സ്റ്റാമിന ഉണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൗട്ട് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കൗട്ട് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് ആണ്. ബ്രോൻ്റെ ലൈഫ് സ്റ്റൈൽ ഒന്ന് വിവരിക്കാമോ? നോർമലി ഒരു ദിവസം രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. ഒരു 8 കിലോമീറ്റർ എൻ്റെ ജിമ്മിലേക്ക്. ഒരു 5 മണിയാകുമ്പോഴേക്ക് അവിടെ എത്തും. 5 മണി തൊട്ട് ഒരു ഏകദേശം 7 വരെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെയാണ്. അതിൽ കാർഡിയോ ഉണ്ടാവും, അതുപോലെ തന്നെ വെയിറ്റ് ലിഫ്റ്റിങ്ങും ഉണ്ടാവും. അതിനുശേഷം വീട്ടിൽ വന്ന ശേഷം ചിലപ്പോൾ കൃഷി കാര്യങ്ങളൊക്കെ നോക്കേണ്ടി വരും. അതിനുശേഷം ഒരു 9:30 ആകുമ്പോൾ ഓഫീസിലേക്ക് ചെല്ലും. ഓഫീസ് തൊട്ടടുത്താണ്, 2 കിലോമീറ്ററേ ഉള്ളൂ. അതിനുശേഷം 5 മണിക്ക് വന്നിട്ട് ചിലപ്പോൾ സ്വിമ്മിങ്ങിന് പോകും, ചിലപ്പോൾ റണ്ണിങ് ചെയ്യും, ചിലപ്പോൾ സൈക്ലിംഗ് ചെയ്യും. ചില ദിവസം ഒന്നും ചെയ്യാറില്ല. പിന്നെ ഞായറാഴ്ചകളാണ് യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടാവും മറ്റു ദിവസങ്ങളിൽ. ഇനി ലീവുള്ള ദിവസമാണെങ്കിൽ ഈ ഓഫീസ് അവേഴ്സിൽ തീർച്ചയായിട്ടും ബൈക്ക് എടുത്ത് കറങ്ങാൻ പോകും, അതുപോലെ തന്നെ സ്വിമ്മിങ്ങിന് പോകും. ഇതുപോലെ ഫുൾ എൻജോയ്മെൻറ്റ്, ഫിഷിംഗ്, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള എൻജോയ്മെൻറ്റ്. എത്രയാണ് വയസ്സ്? പിന്നെ മാരീഡ് ആണോ? ഇല്ല, മാരീഡ് അല്ല. ഏജ് 31 ആണ്. ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ ഏതാണ്? ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് കരിക്കാണ്. ഇതിൽ ജോർജിനെ ലോലനെയാണ് ഏറ്റവും ഇഷ്ടം. ജോർജ് ലോലൻ ഫാനാണ്. വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അർദ്ധമാർ ഇറങ്ങിക്കോളും. നിനക്കൊക്കെ വല്ല പണിക്കും പോയിക്കൂടെ? തീർച്ചയായിട്ടും ബ്രോ, വേറൊരു പണിക്ക് പോകുന്നുണ്ട്. കാരണം യൂട്യൂബ് വരുമാനം കൊണ്ട് എവിടെ എത്തില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ് ചെയ്യുന്നതെന്ന്. ബ്രോൻ്റെ യൂട്യൂബ് വരുമാനം എത്രയാണ്? യൂട്യൂബ് വരുമാനം എന്ന് പറയുന്നത് ഏകദേശം 8,000 റുപ്പീസോളം കിട്ടി. ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവുന്നു. നെക്സ്റ്റ് ഒരു 8,000 റുപ്പീസ് നെക്സ്റ്റ് മന്ത് അല്ലെങ്കിൽ അതിനടുത്ത മന്ത് വരും. അപ്പോൾ ഒരു പെർ മന്ത് നോക്കുകയാണെങ്കിൽ ഒരു 1,500 to 2,000 റുപ്പീസ്. അതാണ് യൂട്യൂബിൻ്റെ ആഡ്സെൻസ് വഴി വരുന്ന ഒരു വരുമാനം. പിന്നെ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഐ ആം റാബിറ്റ് എന്ന ഒരു വ്യക്തിയാണ് അയച്ചിട്ടുള്ളത്. പുള്ളിയുടെ യഥാർത്ഥ പേര് എനിക്കറിയില്ല. എന്നെ ഒരുപാട് വിമർശിക്കുന്നതും അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിയുടെ ചോദ്യങ്ങളിലേക്ക് ഞാൻ കിടക്കാം. ഫസ്റ്റ് ചോദ്യം, ഫേവറേറ്റ് ബോഡി ബിൽഡർ ആരെന്നാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബോഡി ബിൽഡർ ജോൺ കാൽവോ ആണ്. പുള്ളി അധികം പേർക്കും അറിയില്ല. ഞാൻ ജസ്റ്റ് ഫോട്ടോ കാണിച്ചു തരാം. ഗൂഗിളിലൊന്ന് സെർച്ച്. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ മറ്റൊന്നുമല്ല, എൻ്റെ കസിൻ വിവേകാണ്. അവനാണ് ആദ്യമായിട്ടൊരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. ഈ ചാനലല്ല, വേറൊരു ചാനൽ. അങ്ങനെ വരുമ്പോൾ കുറച്ച് വ്യൂസൊക്കെ അവന് കിട്ടി. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ട് ഞാൻ ആ സമയത്തൊക്കെ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് വെയിറ്റ് ലോസ് ഗൈഡൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വീഡിയോ ഇടുന്നത് ആദ്യമായിട്ട്, അവൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട്. അങ്ങനെ 2-3 വീഡിയോസ് ഇട്ടിട്ട് നിർത്താമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ വന്നപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ വന്നപ്പോൾ അതൊരു ക്രേസായി. കാരണം സബ്സ്ക്രൈബേഴ്സൊക്കെ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കാൻ നല്ല രസമാണ്. നമ്മളെ യൂട്യൂബിൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഫേസ്ബുക്ക് ലൈക്കൊക്കെ പോലെയാണ്. ഓരോ ദിവസം രാവിലെ എഴുന്നേറ്റ് എത്ര സബ്സ്ക്രൈബേഴ്സ് കൂടിയെന്ന് നോക്കാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഒരു ക്രേസ് കിട്ടി, അങ്ങനെ തുടങ്ങിയാണ്. പിന്നെ ഓൾറെഡി ഈ ഫീൽഡിൽ ഒരുപാട് ഇൻട്രസ്റ്റഡ് ഉണ്ട്. ഒരുപാട് സെമിനാർസൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്, ഒരുപാട് റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ പറ്റുന്ന ഇൻഫോർമേഷൻ ഞാൻ ഇതിലൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. കോമ്പറ്റീഷനിൽ വരാൻ പ്ലാൻ ഉണ്ടോ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. കോമ്പറ്റീഷനിൽ വരാൻ തീർച്ചയായിട്ടും താല്പര്യമില്ല. 100 അല്ല, 1000% ഷുവർ. ഒരു ഫിറ്റ്നസ് ടീഷർട്ട് തരുമോ?
പുള്ളി റിക്വസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് പുള്ളിക്ക് ഒരു ടീഷർട്ട് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അപ്പോൾ അടുത്ത മാസം, ഈ മാസം എന്തായിട്ട് നമ്മൾ ചെയ്യുന്നില്ല, അടുത്ത മാസം ടീഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സൈസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. ഒരു മാസത്തിനുള്ളിൽ സാധനം അയച്ചു തരാം. എൻ്റെ ഫേവറേറ്റ് സബ്സ്ക്രൈബറാണ് ഐ ആം റാബിറ്റ്. ബിക്കോസ് നല്ല കാര്യങ്ങൾ മാത്രമല്ല, ഒരുപാട് വിമർശനവും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. ബ്രോ പ്രോട്ടീൻ പൗഡർ കഴിക്കാറുണ്ടോ? പ്രോട്ടീൻ കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ രണ്ടുത്തരമാണ്. പൈസ കൊടുത്ത് വാങ്ങിക്കാറില്ല, ഫ്രീ ആയി കിട്ടുവാണെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. പൊതുവെ ഫ്രണ്ട്സും അതുപോലെ തന്നെ കസിൻസൊക്കെ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ഒരുപാട് തവണ കൊണ്ടു തന്നിട്ടുണ്ട്, അങ്ങനെ കഴിക്കാറുണ്ട്. അല്ലാതെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കാറില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ബജറ്റ് തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മാസം ഒരു 5-6 രൂപ നമ്മൾ ഇതിനു വേണ്ടി ചിലവേണ്ടി വരും. വർഷം നോക്കുകയാണെങ്കിൽ ഏകദേശം 75,000 ആക്കും. അത് പ്ലസ് വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് എമൗണ്ട് നമ്മൾ ഇതിനുവേണ്ടി ചിലവേണ്ടി വരും. വേസ്റ്റും ചിക്കനൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ പൊതുവെ ചെയ്യാറുള്ളത്. ഇനി ഫ്രീ ആയിട്ട് കിട്ടുവാണെങ്കിൽ പ്രോട്ടീൻ ഉപയോഗിക്കും, അല്ലാതെ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നത് വളരെ വളരെ കുറവാണ്. ഒരുപാട് കാശ് കിട്ടിയാൽ ബ്രോ എന്ത് ചെയ്യും? ഇതൊരു ഡിഫറൻറ്റ് ചോദ്യമായി പോയി. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ചോദ്യമായിരുന്നു. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഉത്തരം പറയാം. ഒരുപാട് ക്യാഷ് കിട്ടുവാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു താറ് വാങ്ങിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാം 4x4 മഹേന്ദ്രയുടെ, അതെനിക്ക് ഭയങ്കര ക്രേസാണ്. അത് വാങ്ങിച്ച് വെച്ച് മോഡിഫിക്കേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട്. രണ്ടാമതായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം ഒരുപാട് ട്രിപ്പ് പോവാം. പിന്നെയും കാശ് ബാക്കിയുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ എൻ്റെ ഈ ലൂസ് സ്കിൻ സർജറി ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരുപാട് മാർക്സും കാര്യങ്ങളൊക്കെ വരും. നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരുപാട് കാശ് കിട്ടുവാണെങ്കിൽ അതൊക്കെ ചെയ്യാനാണ് താല്പര്യം. ബ്രോ ഒരു അഹങ്കാരിയാണോ? ബ്രോ എന്ത് ചോദ്യമാണ് ബ്രോ? അഹങ്കരിക്കാൻ മാത്രം കഴിവുകളൊന്നും എനിക്കില്ല. പിന്നെ നമ്മുടെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ജീവിതം മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. മാക്സിമം ലൈഫ് എൻജോയ് ചെയ്ത് നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ജീവിക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഒരുവിധം ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഈ സെഗ്മെൻറ്റ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനിയും ഇതുപോലത്തെ ചോദ്യങ്ങൾ, അത് ഫിറ്റ്നസ് സംബന്ധമായ ചോദ്യങ്ങൾക്ക് വേണം ചോദിക്കാം കമൻറ്റ് ബോക്സിൽ. എന്നാൽ പറ്റുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് ടേക്ക് കെയർ, സ്റ്റേ സ്ട്രോങ്.